നാട്ടുകാരെ, ഞാൻ എന്നെ UDF എടുത്തു. അതെ, നിലമ്പൂർ കാക്കയെ കാക്ക സ്വയം UDF എടുത്തു. KPCC നേതൃത്വമോ പ്രതിപക്ഷ നേതാവോ പോലും ഈ സംഭവം അറിഞ്ഞില്ല. അതിന് അവസരം കൊടുത്തില്ല. എല്ലാം പെട്ടെന്നായിരുന്നു. തുടക്കത്തിൽ തന്നെ കാക്ക തനിക്ക് UDF പ്രവേശനം ഒരുക്കുവാൻ പിന്നാമ്പുറത്തിരുന്ന് ചരട് വലിച്ചവരെ പ്രതിരോധത്തിലാക്കി. കാക്കയുടെ പ്രതിഷേധവും അറസ്റ്റുനാടകവും എല്ലാം UDF പ്രവേശനം ലക്ഷ്യം വെച്ചുള്ള ചെന്നിത്തല വേണുഗോപാൽ ടീംസിന്റെ ആസൂത്രണമാണെന്ന് ഇന്നലെ ഞങ്ങൾ വെളിപ്പെടുത്തിയിരുന്നു. ശിക്ഷാ കാലാവധി കഴിഞ്ഞിട്ടും ശിക്ഷയായി വിധിച്ച പണം കൊടുക്കാത്തതിന്റെ പേരിൽ അധിക കൊല്ലം ജയിലിൽ കിടക്കുന്ന കൊടും ക്രിമിനലുകളെ ആ പണം നൽകി ഇറക്കിക്കൊണ്ടുപോകുന്ന ചില ആളുകളുണ്ട്. ഇത്തരം ക്രിമിനലുകൾ ജീവിതാവസാനം വരെ ഇറക്കുന്നവന്റെ കൂടെ ചത്ത് കൂടെ നിൽക്കും. ആരെ വേണമെങ്കിലും കൊല്ലും. ഇതേ തിയറിയാണ് ചിന്നത്തലകൾ ഇവിടെയും പ്രയോഗിച്ചിരിക്കുന്നത്. കാരണം ഇതുപോലൊരു മുതലിനെ പലരെയും ഒതുക്കുവാൻ ഇനി ആവശ്യമാണ് കൂടെ നിർത്തണം. ഞങ്ങൾ ഇന്നലെ പറഞ്ഞത് സത്യമാണെന്ന് ഇതാ തെളിഞ്ഞിരിക്കുന്നു. കാക്ക സ്വയമായി ഇനി ഞാൻ ഒറ്റയാൾ പോരാട്ടം നിർത്തുകയാണ്, പിണറായിസം അവസാനിപ്പിക്കുവാൻ വേണ്ടി UDFനോടൊപ്പം കൂടുകയാണ് എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇത്രയും കാര്യങ്ങളെല്ലാം അടുത്തടുപ്പിച്ച് കാര്യങ്ങൾ അനുകൂലമാക്കി വരുന്ന ശനിയാഴ്ച UDFൽ ഈ വിഷയം ചർച്ച ചെയ്ത് ഒരു തീരുമാനമെടുക്കുവാൻ ഇരിക്കവെയാണ് കാക്ക അമിതാവേശത്തിൽ സ്വയം തൻ്റെ UDF പ്രവേശനം അങ്ങ് പ്രഖ്യാപിച്ചു കളഞ്ഞത്. ഇനി ശനിയാഴ്ച വരെ UDF തീരുമാനം വരുവാൻ കാത്തിരുന്നാൽ അതിനിടയിൽ എന്തെങ്കിലും അട്ടിമറികൾ സംഭവിച്ചാൽ വഴിയാധാരമായി പോകും എന്ന് അറിയാവുന്നത് കൊണ്ടാണ് സമയം ഒട്ടും പാഴാക്കാതെ അൻവർ സ്വയം UDF പ്രവേശനം അങ്ങ് പ്രഖ്യാപിച്ചു കളഞ്ഞത്. ഈ പ്രഖ്യാപനത്തോടെ ചെന്നിത്തലയും വേണുഗോപാലും ഏതാണ്ട് പ്രതിരോധത്തിലായി. ഇനി അവർക്ക് പിന്മാറുവാനും സാധ്യമല്ല. UDF പ്രവേശനത്തിൽ അനുകൂല തീരുമാനമെടുത്തില്ലെങ്കിൽ അൻവർ മുഖത്തു നോക്കി ചോദിക്കും, പിന്നെ നീയൊക്കെ എന്ത് തന്തയില്ലായ്മയാണ് കാണിച്ചതെന്ന്. നടന്ന പിന്നാമ്പുറ ചർച്ചകളുടെ എല്ലാം വിശദാംശങ്ങൾ അൻവർ വിളിച്ചു പറഞ്ഞാൽ ചെന്നിത്തലയുടെയും KCയുടെയും പ്ലാനുകളും പദ്ധതികളും എല്ലാം പൊളിഞ്ഞു പോകും. അതുകൊണ്ട് നിലമ്പൂർ കാക്കയെ ഇനി ചുമക്കുകയേ നിവൃത്തിയുള്ളൂ. കാര്യങ്ങൾ ഇത്രയുമൊക്കെ ആയ സ്ഥിതിക്ക് കോൺഗ്രസ് നേതാക്കൾക്കും അൻവർ കാക്കയ്ക്കും ഏറ്റവും കൂടുതൽ രക്ഷാകവചം ആയി മാറുവാനുള്ള വാചകം അഭിപ്രായം ഇരുമ്പുലൊക്കെയല്ല എന്നതായിരിക്കും. വന്നുവന്ന് സകലമാന കാപിറക്കികളും അവസരത്തിനൊത്ത് എടുത്ത് പ്രയോഗിക്കുന്ന ഈ പ്രയോഗത്തിന്റെ ഉപജ്ഞാതാവ് ആരെന്ന് ഇപ്പോഴും പലർക്കും അറിയില്ല. ഇത് കേരള പത്രത്തിന്റെ സ്ഥാപകനായ CB കുഞ്ഞിരാമന്റെ പ്രയോഗമായിരുന്നു. അദ്ദേഹം ഒരു പത്രാധിപർ മാത്രമായിരുന്നില്ല. നവോത്ഥാന നായകനും സാമൂഹിക പരിഷ്കർത്താവും കവിയും പ്രബന്ധകാരനും ചരിത്രകാരനും അഭിഭാഷകനും ചെറുകഥാകൃത്തും നിരൂപകനും പ്രഭാഷകനും ഒക്കെയായിരുന്നു. ജാതിയുടെ പേരിൽ വിവേചനം നിലനിന്നിരുന്ന കാലയളവിൽ 1926 ഈഴവ സമുദായം ബുദ്ധമതത്തിലേക്ക് തിരിച്ചു പോകണം എന്ന് പറഞ്ഞ CB കുഞ്ഞിരാമൻ ഏതാണ്ട് 7 വർഷം പിന്നിട്ടപ്പോൾ 1933 സ്വന്തം അഭിപ്രായം തിരുത്തുകയുണ്ടായി. ഈഴവർ മതം മാറേണ്ടുന്നത് ക്രിസ്തുമതത്തിലേക്കാണെന്ന് തിരുത്തി പറയുകയുണ്ടായി. വെറുതെ പറയുകയായിരുന്നില്ല. 30,000-ന് മുകളിലുള്ള ആളുകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് മാരാമൺ കൺവെൻഷനിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. CBയുടെ ഈ അഭിപ്രായ വ്യത്യാസങ്ങളെ ചോദ്യം ചെയ്തവരോടായി CB പറഞ്ഞ വാക്കുകളാണ് അഭിപ്രായം ഇരുമ്പുലൊക്കെയല്ല എന്ന പേരിൽ പിന്നീട് പ്രശസ്തമായത്. വാദം ജയിക്കുവാൻ പറഞ്ഞ ഒരു തൊടുന്യായം ആയിരുന്നില്ല അത്. ദീർഘവീക്ഷണത്തോടെയുള്ള ഒരു വലിയ തന്ത്രം അതിലുണ്ടായിരുന്നു. തൻ്റെ സമുദായം ഒന്നടങ്കം മതം മാറിയാലും ഇല്ലെങ്കിലും താൻ വൈകാതെ ക്രിസ്തുമതത്തിലേക്ക് മാറാൻ പോകുകയാണ് എന്ന പ്രഖ്യാപനം ആയിരുന്നു CB അന്ന് നടത്തിയത്. ആ പ്രസ്താവന എത്രമാത്രം കോളിളക്കം ഉണ്ടാക്കി കാണുമെന്ന് നമുക്ക് ഊഹിക്കാം. CBയുടെ ഈ പ്രസ്താവനയുടെ സോഷ്യൽ ഇമ്പാക്റ്റ് എന്തായിരുന്നു? ഐത്തവും ജാതിയും പൂർണ്ണമായി മാറ്റുവാൻ സമയമെടുക്കുമെങ്കിലും അടിയന്തിരമായി ക്ഷേത്രപ്രവേശനമെങ്കിലും അനുവദിക്കുവാൻ സവർണജാതിക്കാരെ പ്രേരിപ്പിക്കുവാൻ പര്യാപ്തമായിരുന്നു CBയുടെ ക്രിസ്തുമതാശ്ലേഷ പ്രഖ്യാപനം എന്ന് ചരിത്രകാരന്മാർ തന്നെ കരുതുന്നു. CBയുടെ മതംപാറ്റ പ്രഖ്യാപനം പറഞ്ഞ് തിരുവിതാംകൂർ ദിവാൻ സർ CP അസ്വസ്ഥനായെന്നും മുഴുവൻ ഈഴവരും ക്രിസ്ത്യാനികളായാൽ ഉണ്ടാകുന്ന അപകടം ബോധ്യപ്പെടുത്തിയാണ് രാജാവിനെ കൊണ്ട് അന്ന് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് എന്നതാണ് യാഥാർത്ഥ്യം. അങ്ങനെ അന്ന് ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയില്ലായിരുന്നുവെങ്കിൽ ഇന്ന് കേരളത്തിലെ സകലമാന ഈഴവരും പിന്നോക്ക വിഭാഗങ്ങളും ക്രിസ്ത്യാനികൾ ആകുമായിരുന്നു. കേരളത്തിൽ ഹൈന്ദവർ ന്യൂനപക്ഷമാകുമായിരുന്നു. ക്ഷേത്രപ്രവേശന വിളംബരം നടന്നതുകൊണ്ട് മാത്രമാണ് ഇന്ന് കേരളത്തിൽ 25% ഈഴവർ ഉള്ളത്. ഞാൻ ഈ അവസരത്തിൽ ഇത് പറയുവാൻ കാരണം അഭിപ്രായം ഇരുമ്പുലൊക്കെയല്ല എന്ന ഇത്രയും അർത്ഥവത്തായ സോഷ്യൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരു വാചകത്തെ വെറും അവസരവാദികളായ ഏഴാംകൂലി ഇസ്പേഡുകളായ രാഷ്ട്രീയക്കാരന്മാർ എടുത്തിന്ന് ഉപയോഗിക്കുന്നത് കാണുമ്പോഴാണ്. ഇനി നമുക്ക് അൻവർ കാക്കയുടെ കോൺഗ്രസ് നേതാക്കളുടെ പിരിവെട്ടിക്കുന്ന ആ പ്രസ്താവനകൾ അല്പം കാണാം. ഞാൻ ഒരു കാര്യം ഞങ്ങൾക്ക് വ്യക്തമാക്കാം.
ഞാൻ ഒറ്റയാൾ പോരാട്ടമാണ് ഇതുവരെ നടത്തി വന്നത്. ഈ വേറിട്ട ഒറ്റയാൾ പോരാട്ടം മാറ്റി നിർത്തിക്കൊണ്ട് പിണറായിയുടെ ഈ പറയുന്ന ദുർഭരണം, ഈ പറയുന്ന ഭരണകൂട ഭീകരത, ഈ പറയുന്ന ന്യൂനപക്ഷ വെറുപ്പും ന്യൂനപക്ഷങ്ങളെ തകർക്കാനുള്ള ഗൂഢാലോചനയും ഇതിനെതിരെ UDFുമായി കൈകോർത്തുകൊണ്ട് ഒറ്റക്കെട്ടായി നിന്ന് ഈ പിണറായി സത്തെ ഭരണത്തിൽ നിന്ന് താഴെ ഇറക്കാനുള്ള പോരാട്ടത്തിനായിരിക്കും ഇനി എൻ്റെ പിന്തുണ. സർക്കാർ ഓഫീസ് തകർത്തതിന് എടുത്ത സ്വാഭാവികമായ ഒരു കേസ് മാത്രമാണ് ഇത് എന്നുള്ളതാണ് CPM നേതാക്കളുടെ എല്ലാം പ്രതികരണം വന്നിട്ടുള്ളത്. CPM നേതാക്കൾക്ക് അങ്ങനെയല്ല എടുക്കാൻ പറ്റുള്ളൂ. കേരളത്തിൻ്റെ നിയമസഭാ മന്ദിരത്തിൻ്റെ അകത്ത് നിയമസഭാ സമ്മേളനം നടക്കുമ്പോൾ സ്പീക്കറെ തലകീഴായി നിർത്തി സ്പീക്കറുടെ മേശയും വാതിലും ജനലുമെല്ലാം തൂക്കി അടിച്ചെറിഞ്ഞിട്ട് അതിവിടെ കണ്ടതാണല്ലോ. ഇവിടെ എന്താ ഉണ്ടായത്? 4 പയ്യന്മാർ സ്വാഭാവികമായിട്ടുള്ള ഒരു വികാരപ്രകടനത്തിനപ്പുറം എന്താ ഉണ്ടായത്? ആകെ 2 കസാല, പ്ലാസ്റ്റിക് കസാല. ഒരു പ്ലാസ്റ്റിക് കസാലയുടെ വില 500 രൂപയാണ്, 2 എണ്ണത്തിൻ്റെ വില 1000ആണ്. പിന്നെ ഒരു ട്യൂബ് പൊട്ടി എന്താ പറയുക, ഒരു ഫാന് കേടുന്നു 2000-2500 രൂപൻ്റെ നഷ്ടമാണ് ഉണ്ടായിരുന്നത്. അതാണ് 35,000 എന്നാണ് എഴുതി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ CPM നടത്തിയ സമരങ്ങളും CPMനെ സംബന്ധിച്ച് CPMന് ഇപ്പോൾ അത് പറയാം. കാരണം അവർ സമരം തന്നെ എന്താണെന്ന് മറന്നുപോയി. ഭരണത്തിൻ്റെ ശീതളച്ചാലയിൽ മുന്നോട്ട് ഇങ്ങനെ ഒഴുകല്ലേ, തഴുകി ഒഴുകുകയാണ്. അപ്പോൾ അവർക്ക് സമരമൊക്കെ എന്താ പറയുക, അരോചകമായി തോന്നും. അത്ര അതിനെക്കുറിച്ച് പറയാനുള്ളൂ. കേട്ടില്ല. വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായ സമരത്തിൽ ഈ വന്യജീവി പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ ശക്തമായ സമരത്തിലേക്കാണോ ഇനി കടക്കുന്നത്? നമ്മൾ പിന്നെ പറഞ്ഞല്ലോ, ഈ കർഷക സംഘങ്ങൾ, സ്വതന്ത്രമായ ഇഷ്ടംപോലെ കർഷക സംഘങ്ങളുണ്ട്. അവരും UDF ലീഡർഷിപ്പുമായി ആലോചിച്ച് എന്താ പറയുക, ഒരു കൈകോർത്തിട്ടുള്ള പോരാട്ടത്തിനാണ്. ഇനി ഒറ്റാൾ പോരാട്ടമല്ല, കാരണം ഇനി കൂടിയുള്ള പോരാട്ടമാണ്. അതിന് എന്ത് കോംപ്രമൈസും വ്യക്തിപരമായിട്ട് ഞാൻ ചെയ്യും. അവസാനിച്ചു എന്ന് പറയാൻ പറ്റില്ല. കൂട്ടമായ പോരാട്ടത്തിനുള്ള ഏറ്റവും വലിയ എന്താ പറയുക, എന്ത് തയ്യാറെടുപ്പാണോ വേണ്ടത് ആ തയ്യാറെടുപ്പുമായിട്ട് മുന്നോട്ട് പോകും. അങ്ങ് ഉയർത്തിയ പലതരത്തിലുള്ള വിഷയങ്ങൾ അങ്ങയുടെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് അതിനുവേണ്ടി കാത്തിരിക്കേണ്ടി വന്നോ UDFൽ ഇത് മനസ്സിലാക്കാൻ? അല്ല, അങ്ങനെയൊന്നും ഇപ്പം അതിനെ വിലയിരുത്തേണ്ടതില്ല. ഓരോ ഘട്ടമാണല്ലോ. പൊളിറ്റിക്സ് തന്നെ സാഹചര്യങ്ങളനുസരിച്ച് നമ്മൾ ഇന്നലെ പറഞ്ഞത് ചിലപ്പോൾ ഇന്ന് പറയാൻ പറ്റില്ല, ഇന്ന് പറഞ്ഞത് നാളെ പറയാൻ കഴിയില്ല. നമ്മൾ പറഞ്ഞത് ഒരു ഇരുമ്പൊലൊക്കെയാണെന്ന് വിചാരിച്ച് നടക്കാൻ പറ്റുന്ന കാലമല്ല. ഇത് മാറി മറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു ബാലൻസ് പൊളിറ്റിക്സ്. നമ്മുടെ ലക്ഷ്യം, ആ ലക്ഷ്യത്തിലേക്ക് എത്തുക, ശത്രുവിനെ തകർക്കുക എന്നതാണ് ആത്യന്തികമായിട്ടുള്ളത്. അതിന് ഏതാണോ ശരിയായ പോസിബിൾ ആയിട്ടുള്ള മാർഗം എന്ന് നോക്കും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.